ഹായ് ഗൈസ്. ബിഗ് ബോസ് ഷോയുടെ ആദ്യത്തെ ദിവസമാണ് അല്ലേ? ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതെ. ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് നല്ല ന്യൂസൻസ് ആണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ. ഒരു ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ ആ ടാസ്കിൽ കിടന്ന് അല്ലെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ടാസ്കിൽ തന്നെ പുള്ളിക്കാരൻ നല്ല ഗെയിം മൈൻഡ് കൊണ്ടുവരികയാണ്. അയാളുടെ ഗെയിം മൈൻഡ് കൊണ്ടുവരണല്ല, അയാളൊരു ന്യൂസൻസ് ആയിട്ട് തന്നെ ആദ്യം തൊട്ടേ നിൽക്കാമെന്നുള്ളൊരു രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ബിക്കോസ് അങ്ങനെ ന്യൂസൻസ് നിൽക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ ആക്റ്റീവായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ കുറേ നാൾ നിൽക്കാൻ പറ്റൂ എന്നുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ആലോചിക്കുന്നത്. ലൈക്ക് നമ്മുടെ ജിൻഡോ, രജിത് കുമാർ കുറച്ച് ഏരിയയായി മാറുക, എല്ലാവരുടെയും നിന്നും വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഏരിയയായി മാറുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടെക്നിക്കാണ്, ഒരു വെറൈറ്റി ടെക്നിക്കാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇയാൾ ചെയ്യുന്ന ഇത് നല്ല രീതിയിൽ ഇയാൾക്ക് ദോഷം ചെയ്യും. കാരണം ഇയാളെ എല്ലാവർക്കും സമ്പാദിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അത് അവരുടെ നാച്ചുറൽ സ്വഭാവമാണ്. ഇത് ഫേക്കായിട്ട് ആ ഒരു സംസാരമൊക്കെ അങ്ങനെ ആക്കിയെടുത്തുള്ള രീതിയാണ്. അതായത് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നു, മനസ്സിലായി, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അനീഷ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. അതെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്റ്റാർ ബാൻഡ് ആരും കൈക്കലാക്കാൻ ശ്രമിക്കരുത്. സ്റ്റാർ ബാൻഡ് ഇനി ആരും കൈക്കലാക്കരുത് എന്ന് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം ബിഗ് ബോസിന് ആദ്യം തന്നെ മനസ്സിലായി പ്ലാൻ പാളി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇത് കയ്യിലിരിക്കുന്ന ആളുടെ ഇത് ആരുടെ കയ്യിലിരിക്കുമോ അവർക്ക് മാൻഡ്രേക്ക്, മനസ്സിലായില്ലേ? അവരെ എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതാണിപ്പോ ഈ ഒരു ടാസ്കിൽ ബിഗ് ബോസിന് സംഭവിച്ചത്. ആരുടെ കയ്യിൽ, അതുകൊണ്ട് എല്ലാരും ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ആർക്കും ഇത് വേണ്ട, എല്ലാരും അത് ഉപേക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സ്റ്റാർ ബാൻഡ് കയ്യിൽ ഇരിക്കുന്നവർക്ക് ഒരു നേരം ചുമ്മാ ഇരിക്കാൻ പറ്റൂല. അവരെ ഇന്ന് ആരെങ്കിലും വന്ന് പിടിച്ചു വാങ്ങിച്ചോണ്ടിരിക്കും. അവരെപ്പോഴും ശാരീരികമായിട്ട് ഉപദ്രവം നേരിട്ടോണ്ടിരിക്കും. ഇതിനോടൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ആർക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത, ഒട്ടും കണ്ടുകൂടാത്ത ഒരാളാണ് നമ്മൾ അനീഷ് ചേട്ടൻ. പക്ഷേ അനീഷ് ചേട്ടൻ ഇന്നൊരു ഗോൾഡൻ ബമ്പർ അടിച്ചു അല്ലേ? ബമ്പർ അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഒരു കാരണവശാലും ആര് ക്യാപ്റ്റൻ ആവരുത് എന്ന് ആഗ്രഹിച്ചോ അയാളുടെ മുഖത്ത് ഫോം തേച്ചെങ്കിലും ബിഗ് ബോസ് 7 പണി കൊടുത്തു. തിരിച്ചൊരു എന്താണ്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു മറുപടി, ഒരു റിസൾട്ട് കൊടുത്തു. കിട്ടനെ ചെട്ടി ചതിച്ചു, ചെട്ടിയെ ദൈവം ചതിച്ചു എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് ചതിച്ചു. അതെ, ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്ക് തന്നെയാണ് ക്യാപ്റ്റൻസിയും കിട്ടിയത്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ആഴ്ച അനീഷ് ബ്രോ പുറത്തു പോകരുത് എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്. അത് മാത്രമല്ല, ഈ ഒരാഴ്ച അനീഷ് ബ്രോയുടെ ക്യാപ്റ്റൻസിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരണം എന്നൊരു കാര്യം കൂടെ ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം അത് എനിക്ക് ഗേൾസ് ടോക്കിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അപ്പാനെ ശരത്തില്ലേ, അപ്പാനെ ശരത്ത് ഞാൻ വിചാരിച്ച പോലെയല്ല, ചെറുതായിട്ടൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ അങ്ങനെയല്ല, ഒരു പുള്ളിക്കാരൻ ഫേക്ക് ആക്കുന്നില്ല. ബിക്കോസ് പുള്ളിക്കാരൻ നോർമലി അങ്ങ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കളിക്കുകയാണ്. അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് ഉള്ളതാണെങ്കിൽ എനിക്ക് തോന്നി. അതേപോലെ അനീഷിനെതിരെ വാട്ട് എവർ ഇറ്റ് ഈസ്, പൊതുവെയുള്ള കാര്യം. നെക്സ്റ്റ് നമ്മുടെ രേണു സുധി വന്നിട്ട് പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട് ഞാൻ ഫേക്കാണ്, 2 ആഴ്ച മതി, 2 ആഴ്ച കഴിയുമ്പോൾ എന്റെ ഒറിജിനൽ തനി സ്വഭാവം ഇവിടെ പുറത്തെടുക്കും. 2 ആഴ്ച വരെ ഞാൻ എങ്ങനെയും പിടിച്ചിരിക്കും, പുറത്തെടുക്കും. അപ്പൊ ഇപ്പൊ കാണുന്ന ആളല്ല. അല്ലല്ല, അങ്ങനെ പറയണ്ട. ഇപ്പൊ കാണുന്ന ഇപ്പൊ നമ്മൾ ആരായിരുന്നാലും ഒരു സ്ഥലത്ത് പുതിയ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് 2 ആഴ്ചയ്ക്ക് ഒരു പുതുമാണത്തില്ലേ. പുള്ളിക്കാരത്തി ആ ലെവലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരത്തി മാത്രമല്ല, മിക്ക ആൾക്കാരും. പക്ഷെ അതിൽ ചിലരുടെയൊക്കെ പിടിവിട്ട് പോകുന്നുണ്ട്. തുറന്നു പറഞ്ഞാൽ നല്ല മൈൻഡ് തന്നെയാണ്. ആദ്യം ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ശൈത്യക്കാണല്ലേ. നമ്മുടെ ശൈത്യക്കാണ്. പുള്ളിക്കാരത്തിയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി അഹങ്കാരമുള്ള ആളാണെന്നൊരു സംശയം ഉണ്ട്. ഇല്ലാണ്ടില്ല അല്ലേ? പക്ഷെ അഹങ്കാരത്തിന്റെ പേരിൽ എല്ലാരും വോട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. നമ്മൾ എന്തായാലും പുറത്ത് മിനി സ്ക്രീനിൽ കാണുന്ന ആളല്ല ബിഗ് ബോസിൽ ഇതുവരെയും ഞാൻ കണ്ട ശൈത്യ. അതെ, വേറൊരു ടൈപ്പ് ആളാണ്. പിന്നെ തൊട്ട് പിന്നാലെ നമ്മളെ മുൻഷിച്ചേട്ടൻ ഉണ്ട്. മുൻഷിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒത്തിരി വൈബ് മീൻസ് ഒരു തന്ത വൈബ് ആയതുകൊണ്ടായിരിക്കാം മേ ബി പിള്ളേർക്ക് ഇഷ്ടപ്പെടാത്തത്. കുറച്ച് നമ്മളെ പിള്ളേരെയൊക്കെ അഡ്വൈസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ, എന്റർടൈൻമെന്റ് കിട്ടുന്ന അഡ്വൈസ് മാത്രം ചെന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പിടിക്കോ? ഇല്ല. ഗൈസ്, തലവേദന ഉള്ള രേണു സുധിയുടെ തലവേദന നിങ്ങൾ കണ്ടായിരുന്നോ?
ഇന്ന് കൊടൂരമായ തലവേദനയായിരുന്നല്ലേ? ബിസ്രീനെ ഇന്ന് അടിച്ചേന. അടിച്ചേനെ. അത് അഭിനയിച്ചതല്ലേ എന്നുള്ള കാര്യം രേണുസുതിക്ക് അറിയാവുള്ളൂ. അല്ല, അവിടെ എല്ലാരും വാവിട്ട് ഒരേപോലെ പറയുന്നു. എല്ലാവർക്കും ഉറക്കം വന്നു. പക്ഷെ രേണുസുതി മാത്രം രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ തലവേദന കാണിച്ചു പോയി. പക്ഷെ ഇപ്പൊ തലവേദനയൊന്നും ഇല്ല. എന്നിട്ട് അവര് പറഞ്ഞു, ഒരു തലവേദന ഉള്ള ഒരാൾക്ക് ഇത്രത്തോളം കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്. പക്ഷെ ആദ്യത്തെ ആ ഒരു ഇതിൽ തന്നെ ഒരുപാട് നല്ല രീതിയിൽ റൈസായി രണ്ടുപേരും. പുള്ളിക്കാരത്ത് ഇത്രയും ആക്ടിങ് കാണിക്കുന്ന പോലെ എനിക്കും തോന്നി കേട്ടോ. പക്ഷെ നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യരുത്. കാരണം അവർക്ക് തലവേദന ഉണ്ടെന്ന് പറയുന്നു. ഡോക്ടർ വന്നാലല്ലേ അതിന്റെ നിജസ്ഥിതി അറിയുള്ളൂ. ഇയാള് ഭയങ്കര അച്ചടി ഭാഷയാണല്ലേ. രേണുവിന്റെ പ്രശ്നമില്ല ഗൈസ്. പുള്ളിക്കാരത്തിന് രേണുവിനൊരു പ്രശ്നമുണ്ട്. ഫ്ലവർ അല്ലടാ, ഫയറാണ്. താഴത്തില്ല. ഞാൻ ഇപ്പോഴും പൊങ്ങിയെന്നൊക്കെ തോന്നുന്നത്. എന്നെ ആരൊക്കെ എന്തൊക്കെ പറയും, 100 പേര് താറ്റി അടിച്ചാലും എനിക്ക് എൻ്റെ രോമത്തെ പോലും പറ്റില്ല. ബിക്കോസ് എനിക്ക് ഉളുപ്പില്ല, എനിക്ക് തൊലിയില്ല എന്ന് സ്വയമേ അങ്ങ് പറയാ. എല്ലാവരും ഇത് കേട്ടൊക്കെ ചിരിക്കുക. എന്നിട്ട് ഒരാൾ കളിയാക്കുകയും ചെയ്തു. രേണുവാണ് ഈ ബിഗ് ബോസിലെ തലവേദന. ഇതാണ് അടുത്ത തലവേദന. ബിഗ് ബോസ് എത്ര ഏത് രീതിയിലായിരിക്കും വിൽക്കാൻ പോകുന്നത് അറിയാമോ? അതാണ് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വേറെ ലെവലാവും. രേണുവിന് തലവേദന എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകർ താഴത്തില്ലടാ. അപ്പൊ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതൊക്കെ താഴോ പൊങ്ങോ എന്താവും നോക്കാം അല്ലേ? ഓക്കെ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.